ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ചിക്കൻ മന്തി വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ലാർ റൈസാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ അത് തന്നെ ചോദിച്ച് വാങ്ങണം. ആ അരിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ ചിക്കൻ മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ നമുക്ക് അരി കുതിരാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം. അരി കുതിർന്ന് വരുന്ന സമയത്തിന് നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് നമ്മൾ മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ കണക്കാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് പിന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ എന്ന് വെച്ചാൽ പെർമിറ്റഡ് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് എല്ലാം കൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ക്യൂബ്സിൽ ഉപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മുടെ മസാലകളെല്ലാം അതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇത് നന്നായിട്ട് താത്ത് വരഞ്ഞു കൊടുക്കണം. എങ്കിലേ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഈ മസാലകളെല്ലാം കൂടെ ചിക്കനിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് അപ്പോഴേ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഒരു പാൻ ഒന്ന് വെച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ എങ്കിൽ നമുക്ക് അതിനോട് ടേസ്റ്റ് കിട്ടത്തില്ല. വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തേക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചോറിന് പ്രത്യേകിച്ച് ഓയിൽ അങ്ങനെ ചേർക്കുന്നില്ല. ഫ്രൈ ചെയ്തതിനുള്ള ബാക്കി വരുന്ന കുറച്ച് ഓയിലാണ് ചോറും ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫ്രൈ ചെയ്തതിനുള്ള കുറച്ച് ഓയിൽ നമുക്ക് വേറൊരു പാനിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓയിൽ ചേർക്കാം. പക്ഷേ ഈ ഓയിൽ ചേർക്കുന്നതാണ് നമ്മുടെ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഓയിലിലോട്ട് 2 ബേ ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എന്ന് പറയുന്നത് 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് ഓയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വരണം. പിന്നെയെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1 ബൾബ് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. അതിന് ശേഷം 2 തക്കാളി അരിഞ്ഞതാണ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഒരു ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ അരിഞ്ഞത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. അടുത്ത നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 3 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ചോറിന് നമ്മൾ കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ആ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഡ്രൈ ലെമണാണ് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അടപ്പ് വെച്ച് ഒന്ന് അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മന്തീൻ്റെ ചട്ടണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 തക്കാളിയും 1 സവാളയുടെ പകുതിയും 1 കഷ്ണം ഇഞ്ചിയും 1 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് അധികം അരഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്ന പരുവമാണ് നല്ലത്. ചട്ടണി ഇപ്പം റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ചോറ് ഇപ്പം കുക്കായിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചോറിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ഓയിൽ ചിക്കൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വലിയ പച്ചമുളക് 4-5 എണ്ണം നമുക്ക് ചോറിലോട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. റെഡ് പെർമിറ്റഡ് ഫുഡ് കളറാണ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. യെല്ലോ കളറിന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയത് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം സ്പൂണ് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോറൊന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ മന്തി മസാലയോ ഒരു ടീസ്പൂൺ ഒന്ന് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചാർക്കോൾ കത്തിച്ചതോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചതോ നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ച് അതിനകത്തോട്ട് ഇറക്കി വെക്കാം. പുകയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കടായിക്കകത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ലിഡിൽ ഹോളുണ്ടെങ്കിൽ നമ്മൾ മൈദാമാവ് കുഴച്ചൊന്ന് ആ ലിഡൊന്ന് അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പുകയൊക്കെ പുറത്തു പോകും. 20 മിനിറ്റ്സ് ഒന്ന് ദം ചെയ്ത് എടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ് ദം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കണലൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.